ഈ ഭദ്രൻ സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒളിമ്പ്യൻ അന്തോണിയാദത്തില് യെസ്. ഏയ് ചുമ്മാ ചുമ്മാ കരയാതെടോ എന്ന് പറയുന്ന ഒരു സാധനോട് സിമ്പിൾ ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. അതെ അതെ. അത് ഭദ്രൻ സാറിന്റെ തന്നെ സജഷൻ ആയിരിക്കും അല്ലേ, അങ്ങനെ തുടങ്ങിയാൽ മതി എന്നുള്ളത്? ഒരു സജഷനും ഇല്ല, ഒറ്റ സജഷനും ഉണ്ടായിരുന്നു. ആ. വർത്താനം പറയുന്ന പോലെ ഒരു പാട്ട് വേണം. ഓ. ആശ്വസിപ്പിക്കുന്ന പോലെ, ഉം. ആശ്വസിപ്പിക്കുന്ന പോലെ. കരയല്ലേട്ടാ, എന്തിനേ കരയുന്നേ മോളെ, നീ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് നമ്മൾ പറയുകയാണെങ്കിൽ ഉം. അതിൻ്റെ അപ്പുറത്തേക്ക് ട്യൂണായിട്ട് പാട്ടായിട്ട് അത് വലിയ കാര്യമായിട്ട് ഒരു പാട്ടിൻ്റെ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. ഭയങ്കര ടെൻഷനായിരുന്നു എനിക്കും മറ്റേ ഗിരീഷിനും. ഉം. ഉം. എന്തെഴുതുക. അപ്പം ഇങ്ങേരെ കുറിച്ച് പറഞ്ഞു കേട്ടുള്ളൂ, ഇങ്ങൊരു ഭയങ്കര പുലിയാണ്. പാട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ നമ്മളെ ശരിക്കും പിടിക്കും, കുടഞ്ഞിടും നമ്മൾ. അപ്പം അത് കേട്ടിട്ടാണ് ഇത് ഗിരീഷ് വന്നിരിക്കുന്നത്. പുലിമടയിലേക്കാണല്ലോ നമ്മൾ കയറിയിരിക്കുന്നത്, ഔസേപ്പിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ മുറുക്കാനൊക്കെ മുറുക്കി ഹ്യൂമറസ് ആയിട്ട് പുള്ളി അതൊക്കെ അവതരിപ്പിച്ചിട്ടാണ് വരുന്നത് തന്നെ. അതിനിടയ്ക്കാണ് ഈ ബാക്കി ആദ്യത്തെ പാട്ട് നല്ല രസമായിട്ട് പോയി. 2 പാട്ട് മറ്റേ കൊക്കി കുറുകിയും പിന്നെ നിലാപ്പ ഇതിലേക്ക് നന്നായിട്ട് പോയി. പക്ഷെ ഇത്തിരി ചലഞ്ചാണ്. അങ്ങനെ പിന്നെ ഞാൻ അത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വളരെ കാഷ്വലായിട്ട് എൻ്റെ വൈഫ് ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുന്ന നേരത്ത് എനിക്ക് പെട്ടെന്ന് കാറ് വന്ന് വീടിൻ്റെ മുമ്പിൽ നിർത്തി ഇറങ്ങാനായിട്ട് തോന്നുന്നത് ഒരു സെക്കൻഡ് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് നീ എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറഞ്ഞ മതി. ഹേയ് ഹേയ് ചുമ്മാ ചുമ്മാ കരയാതെടോ, തഞ്ചി കൊഞ്ചിച്ചിരിക്കാമെടോ, ഇനി എന്തിനാണ് പിണക്കം, എല്ലാം മറക്കാമെടോ. ഇത് ഞാൻ ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് വിത്ത് ദിസ് ലിറിക്സ് ഞാൻ മറിയയുടെ അടുത്ത് പാടുകയാണ്. അവളുടെ ഫേസിൽ കണ്ണീന്നൊക്കെ വെള്ളം വന്ന് പെട്ടെന്ന്. ഇതിപ്പം നമുക്കറിയാം ഇത് എന്താണെന്നുള്ളത്, പാട്ടും അറിയാം, ഈ സിറ്റുവേഷനും അറിയാം. പക്ഷെ അന്നത് ഇറ്റ് വാസ് എ ഷോക്കിംഗ്. അപ്പം എനിക്കിതിൽ എന്തുകൊണ്ട് ഞാൻ ഉടനെ ഡയറക്ടറെ വിളിക്കുന്നു. അപ്പോൾ ആ തുടക്കത്തിലൊക്കെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യും. ഹേയ് ഹേയ് ചുമ്മാ വർത്താനം പറയുന്ന പോലെയല്ലേ. അത് കഴിഞ്ഞിട്ട് പാടിയില്ലെങ്കിൽ ഹേയ് ഹേയ് ചുമ്മാ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്താനം പറയുന്നതാണ്. കരയാതെടോ, അതും കുറച്ചൊക്കെ വർത്താനമാണ്. ഹേയ് കുറച്ചും കൂടി ശബ്ദം ഉയർത്തി പറയാണ്. തഞ്ചി കൊഞ്ചി ചിരിക്കാമെടോ എന്ന് പറയുന്ന ലാഘവത്തോടു കൂടിയിട്ടാണ്. പക്ഷേ അതിന് ചെറിയൊരു പിച്ചിങ് വന്നപ്പോൾ ഹേയ് ഹേയ് ചുമ്മാ ചുമ്മാ കരയാതെടോ സംഗതിക്ക് വന്നു. പാട്ട് പാടിയപ്പോൾ ആദ്യം ഉണ്ടാക്കിയപ്പോൾ അതൊന്നുമില്ല. തഞ്ചി കൊഞ്ചിച്ചിരിക്കാമെടോ, പിന്നെ ട്യൂൺ വന്നു. ഇനി അതും ആ ലിറിക്സിന് ഇനി എന്തിനാണ് പിണക്കം, എല്ലാം മറക്കാമെടോ. ഈ ഡിഫറെന്റ് ജോണേഴ്സിൽ പാട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിഫ്രഷ്ഡ് ആവും, നമ്മൾ തന്നെ ഒന്ന് മാറും. ഐ ലവ് ദാറ്റ്. എനിക്ക് ഈ സ്ഥിരം ട്യൂണുകളും സ്ഥിരം പാട്ടുകൾ വേറോട് എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഈവൺ ദ BGMs എത്ര പാട്ടുകൾ ഞാൻ ചെയ്തത്. ഇപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഓരോ BGM ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തുമാത്രം ആലോചിച്ച് അത് ഡിഫറെൻ്റ് ആക്കണം. അല്ലാണ്ട് വെറുതെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 4 ബാർ സിത്താർ, 4 ബാർ ഫ്ലൂട്ട്, അത് കഴിഞ്ഞാൽ വീണ, അത് കഴിഞ്ഞാൽ തബലയുടെ ഒരു പെരുക്ക്, പാട്ട്. ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് എനിക്കിഷ്ടമേ അല്ല. അങ്ങനത്തെ ഫോർമാറ്റിൽ ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അതിനെ കുറ്റം പറയുകയല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ അനിഷ്ടം പറയാലോ. അത് കേൾക്കുന്നതും അന്നത്തെ പാട്ടുകളും എനിക്കിഷ്ടമാണ്. പക്ഷേ അന്ന് ഒരുപാട് നല്ല ബാക്ക്ഗ്രൗണ്ട്സോട് കൂടിയിട്ട് പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പൊതുവിൽ ഞാൻ പറയുന്നത് പാട്ടുണ്ടാക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് ആൾക്കാർ, പാട്ടാണ് മെയിൻ, ബാക്ക്ഗ്രൗണ്ട് ചുമ്മാ ഫില്ല് ചെയ്തിട്ട് അങ്ങോട്ട് വിട്ട് 4 ബാർ സിത്താർ, 4 ബാർ ഇങ്ങനെ കാഷ്വലായിട്ട് ഞങ്ങൾ പറയും. മ്യൂസീഷ്യൻസ് ഇപ്പോൾ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അസിസ്റ്റൻറ്റിനോട് പറയാം അതേടാ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അതിപ്പോൾ നോക്കി ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കും, ചുറ്റും നോക്കും, സിത്താറുണ്ട്, ഫ്ലൂട്ടുണ്ട്, ഇതുണ്ട്. ആദ്യം ഇത് കഴിഞ്ഞ വഴിക്ക് പിന്നെ ഓഫ് കോഴ്സ് അതിന് മാച്ചായിട്ടുള്ളൊരു ട്യൂണൊക്കെ തന്നെയാണ് ഉണ്ടാക്കുക എന്നറിയാം. ഒരു 4 ബാർ ഫ്ലൂട്ട്, അത് കഴിഞ്ഞാൽ 4 ബാർ സിത്താറ്, പിന്നെ ഒരു ചെറിയൊരു തീരുമാനം തബലയിൽ വന്നിട്ട് പാട്ട് തുടങ്ങാമെന്ന് പറയും. ഈ പരിപാടി എനിക്കില്ല. എൻ്റെ ആദ്യത്തെ പടത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ,
നീയൻ സർഗ സൗന്ദര്യം എടുത്തു. അതിൻ്റെ തുടക്കത്തിൽ പിന്നെ ആ പാട്ട് വയലിൻ മാച്ച് പൂമാനവും താഴെ ഭൂമിയും മേഘലാവണ്യമേ. ഭയങ്കര പിച്ചായി പോയി പാടിയപ്പോൾ, ആവേശം മുതൽ. അതാണ് അല്ല ഞാൻ പറഞ്ഞത് എങ്ങനെ, ഞാൻ ആദ്യത്തെ തൊട്ട് എനിക്ക് അങ്ങനെ എൻ്റെ BGMs ഐ വാണ്ടഡ് ഇറ്റ് ടു ബി ഡിഫറെൻറ്റ്. എൻ്റെ തന്നെ പാട്ടിൻ്റെ ഒരു BGM റിപ്പീറ്റ് ചെയ്യുന്നത് പർപ്പസിൽ ചിലപ്പോൾ ചെയ്യും. ചില പർപ്പസ് ഉണ്ടാവും, അതിനൊരു സാഹചര്യം ഉണ്ടാവും, അത് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം. ഇപ്പോൾ അത് അങ്ങനെ പറയുകയാണെങ്കിൽ ഏതോ ഒരു പാട്ടിലുണ്ടല്ലോ, മറ്റേ നമ്മുടെ പഴയ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സലിൽ ജോസിൻ്റെ പാട്ട് ടടൻ 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 ടടടം ടടടടം ടടടട ടടടടടടടടട ഒരു പാട്ടിന്റെ ട്യൂൺ എടുത്തിട്ട് വേറൊരു പാട്ടിലെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടുണ്ട്. എനിക്ക് അല്ല ഞാൻ പറയുന്നത് അങ്ങനെ വല്ലപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ പാതിരാമഴയായാലും അതിന്റെ BGMs ഒക്കെ കണ്ടില്ലേ, ഒരു സിസ്റ്റമാറ്റിക് BGM ആയിരിക്കില്ല. അതേപോലെ ഇപ്പോ ഈ ഫോർമാറ്റ് ഞാൻ പിന്നെ ഉപയോഗിച്ചിട്ടേ ഇല്ല. ആ ഒരു ഫോർമാറ്റിൽ വന്നിട്ടില്ല ഒരു വയലിൻ്റെത്. എന്നാൽ ഈ ഫോർമാറ്റ് എവിടെ നിന്നോ എടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ അറിയുള്ളൂ. തൂവൽ സ്പർശം എന്ന് പറഞ്ഞ പടത്തിലെ ഒരു തീം മ്യൂസിക്കായിട്ട് കമൽ തന്നെ സംവിധാനം ചെയ്ത പടത്തിലെ വീണയിലും വായിച്ചിട്ടുണ്ട്. പിന്നെ ഉർവശിയും സുരേഷ് ഗോപിയും തമ്മിലുള്ളൊരു ഡിറ്റാച്ച്ഡ്, അവർ തമ്മിൽ അങ്ങനെയാണല്ലോ കുട്ടീൻ്റെ ആ സെൻറ്റിമെൻറ്റ്സിന് ഒരു തീം മ്യൂസിക് ആയിരുന്നത്. ഇതേപോലെയല്ല, ചെറിയ വ്യത്യാസമുണ്ട് എന്ന് വെച്ചോ. ഇതുണ്ട്, ഞാനത് കമലെ അത് ആ ഒരു ബിറ്റുണ്ട്, അത് അത് സൂപ്പറാണ്. അങ്ങനെ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യും. ഈ S രമേശൻ നായരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈനാണ്, ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം ഞങ്ങൾ സന്തുഷ്ടരായില്ലേ. അത് വേറെ മറ്റേ ഇരുമയും ഒരു മനസ്സും അത് നല്ല പാട്ട്. പക്ഷെ ഇത് രസമായിരുന്നു അന്ന്, അതിന് ഭയങ്കര ഒരു അംഗീകാരം കിട്ടി അവരുടെ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര രസമായിരുന്നു. അതേപോലെ സാറ് ഡിഫറൻസ് കൊണ്ടുവരുമ്പോൾ ടങ് ട്വിസ്റ്റർ കൊണ്ടുവന്നാണ് കളകളമൊഴുകുമോ ഒരു അരുവിയിൽ അലകളിൽ, കളകളമിളകുമോ ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കളകളമൊഴുകുമോ ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, ഉതിരുമോ അലികുളം ഇളകിയ ചുരുളലകം. അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കാം. പക്ഷെ ഈ ബിജു സാറിന്റെ ഈ വരിക്കുള്ളില് അർത്ഥം ഞാൻ തേടിപ്പോയിട്ടുണ്ട്. കളകളമൊഴുകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിര് ഒരു പുളകം. ഓക്കെ, ആ കുളിര് ഒരു പുളകം. അപ്പൊ കരളിലെ മലരിതൾ ഉതിരുമോർ അളികുലം പണ്ട് അളികുലം ഇളകിയ ചുരുളലകം. അതേപോലെ ഒരു ചുരുള് ഈ മനസ്സിൽ അളികൾ ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു അർത്ഥം വരുന്നുണ്ട്. അപ്പം ഇത് ഡീകോഡ് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. പക്ഷെ സാറ് ശരിക്കും ഇത് പണി കിട്ടിയത് ദാസാറിനായിരുന്നു. അത് ദാസാർ ദാറ്റ് ഈസ് ഒരു പാട്ടിന്റെ ഭാഗമൊന്നുമല്ല അത്. അതൊരു ജിംനാസ്റ്റിക് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന പോലെ അല്ലേ. ഇപ്പോൾ ഏറ്റവും ലോകത്തിലെ ഏറ്റവും ശക്തനായ ഒരു മനുഷ്യന് ചിലപ്പോൾ ഇവിടുന്ന് ഒറ്റക്കാലം കൊണ്ട് ഒരു ചാട്ടം ചാടിയിട്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റിയെന്ന് വരില്ല. ഇറ്റ്സ് എ ഡിഫറൻസ്. പക്ഷെ അന്ന് അത് ഞാനത് വളരെ സ്റ്റഡിയിലായിരുന്നു. ഞാൻ ഒറിജിനൽ ആ സാധനം നല്ല സ്പീഡാണ്. കളകളമിളക മറ്റൊരു പുളകം കരലിൽ വളരെ ഇപ്പൊ പറ്റുന്നില്ലേ, ഇപ്പൊ വായൊക്കെ പോയി. അന്ന് അത്രയും സ്പീഡ് എന്ന് പറഞ്ഞിട്ട് പാടി. പക്ഷെ പടത്തിലതല്ല വന്നത്. പടത്തിലത് മോഹൻലാൽ തന്നെ ഇത്രയും സ്പീഡിലെങ്കിലും അദ്ദേഹം അത് ആ ഒരു ഡയലോഗ് പ്രസന്റേഷനിലൂടെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഇത് ഒരു പാട്ട് പോലെയാവില്ലേ ഇത്, പക്ഷെ അദ്ദേഹത്തിന്റെ ഡബിങ് പോലെ വന്നു രസകരമായിട്ട്. പക്ഷെ കാസറ്റിൽ സാറിന്റെ എന്റെയാണ്, കാസറ്റിൽ എന്റെ വോയിസ് ആണ്. അത് കഴിഞ്ഞിട്ട് ദാസേട്ടന്റെ പുഞ്ചിരിയുടെ ശബ്ദപ്പെടുത്താൻ അങ്ങോട്ട് മാറുമ്പോ അറിയാൻ വ്യത്യാസം.